കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അടുത്ത ദിവസങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് മുന്നറിയിപ്പ് നൽകി. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി റിയാസ് KM ചേരുന്നു. റിയാസ്, ഏതായാലും കാലവർഷം അങ്ങനെ ശക്തി പ്രാപിക്കുകയാണ്. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ അടക്കമുള്ള 5 ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ടാണ് നൽകിയിരിക്കുന്നത്. എന്തൊക്കെയാണ് നിലവിലെ കോഴിക്കോട് ജില്ലയിലെ സാഹചര്യം? വടക്കൻ മലബാറിലെ 5 ജില്ലകളിലും അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് ഇന്ന് നൽകിയിട്ടുള്ളത്. കോഴിക്കോട് ജില്ലയിൽ ശക്തമായ മഴയാണ് ഇപ്പോഴും തുടരുന്നത്. ഇന്നലെയും ശക്തമായ മഴയും കാറ്റുമൊക്കെ ഉണ്ടാവുകയും ചില അനിഷ്ട സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്ത സാഹചര്യം നമ്മൾ പറഞ്ഞതാണ്. പ്രത്യേകിച്ച് ചിന്താവളപ്പിൽ നിർത്തിയിട്ട വാഹനങ്ങൾക്ക് മുകളിലേക്ക് മരം കടപുഴകി വീണ സാഹചര്യമൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. അതിൽ ആരും ഇല്ലാത്തതിനാൽ ആളപായം ഒഴിവായി. മറ്റിടങ്ങളിലെല്ലാം തന്നെ ചിലയിടങ്ങളിൽ മരം പൊട്ടി വീഴുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. വൈദ്യുതി തകരാർ സംഭവിക്കുന്ന സാഹചര്യമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ മഴയിൽ കാര്യമായ അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെയായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ വെള്ളക്കെട്ട് നഗരത്തെ സംബന്ധിച്ച് വലിയ ദുരിതമാണ് വാഹനയാത്രികർക്കും കാൽനട യാത്രികർക്കും ഒരുപോലെ ഉണ്ടാക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് ഇത്തവണ മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായിട്ടുള്ള ഓട വൃത്തിയാക്കൽ കൃത്യമായി പലയിടത്തും നടന്നിരുന്നില്ല. എല്ലാ ജനപ്രതിനിധികളും ഈ തെരഞ്ഞെടുപ്പുമായും അതിന്റെ റിസൾട്ടുമായും ഒക്കെ ബന്ധപ്പെട്ട തിരക്കുകൾക്കിടയിലേക്ക് ഈ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ മറന്നുപോയി എന്നൊരു പൊതുവായ വിമർശനം എല്ലാ വിഭാഗം ജനപ്രതിനിധികൾക്കെതിരെയും പലയിടങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട്. അതിന്റെ ഒരു ദുരിതം പേറേണ്ടി വരുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ്. കാരണം ഈ കനത്ത മഴയിൽ വെള്ളക്കെട്ട് പൊടുന്നനെ രൂപപ്പെടുകയും അത് കാരണം ഇരുചക്ര വാഹനങ്ങൾ അടക്കമുള്ളവ കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സ്ഥിതി ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് മഴയ്ക്കിടെ ചെറിയ കാറ്റൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഇന്ന് കാര്യമായ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം തുടങ്ങി 5 വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. ഈ 5 ജില്ലകളിലും ശക്തമായ മഴ തുടരുകയുമാണ്. ശരി, എന്തായാലും കാലവർഷം കേരളത്തിൽ ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അടുത്ത ദിവസങ്ങളിൽ അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. റിയാസ് KM ആണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ മണലൂരിൽ വീടിന് മുകളിൽ മരം വീണ് യുവാവിന് ദാരുണാന്ത്യം. മണലൂർ സ്വദേശി ത്രിവിഷ്ണുവാണ് മരിച്ചത്. 27 വയസ്സായിരുന്നു. ഇന്ന് രാവിലെ 6 മണിയോടെയായിരുന്നു സംഭവം. ഇവർ താമസിക്കുന്ന ഓടിട്ട വീടിന് മുകളിലേക്ക് മരം ചാഞ്ഞു നിൽക്കുന്നത് ഇന്നലെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. തുടർന്ന് വിഷ്ണുവിന്റെ അമ്മ വള്ളിയമ്മയെ സമീപത്തെ വീട്ടിലേക്ക് മാറ്റി. വിഷ്ണു ഈ വീട്ടിൽ തന്നെ താമസിക്കുകയായിരുന്നു. രാവിലത്തെ കനത്ത മഴയിലാണ് വിഷ്ണു കിടക്കുന്ന മുറിയുടെ മുകൾ ഭാഗത്തേക്ക് മരം വീഴുന്നത്. പോലീസും ഫയർഫോഴ്സും എത്തി മരം മുറിച്ചു മാറ്റിയാണ് വിഷ്ണുവിനെ പുറത്തെത്തിച്ചത്. ഉടൻ തൃശൂർ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ഏതായാലും മണലൂരിലാണ് ഈ ഒരു ദാരുണമായ സംഭവം ഉണ്ടായത്. 27 വയസ്സുകാരനാണ് ഇത്തരത്തിൽ വീടിന് മുകളിൽ മരം വീണ് മരിച്ചത്. മണലൂർ സ്വദേശിയായ വിഷ്ണുവാണ് മരിച്ചത്. 27 വയസ്സായിരുന്നു പ്രായം. ഇന്ന് രാവിലെ 6 മണിയോട് കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഇവർ താമസിക്കുന്ന ഓടിട്ട വീടിന് മുകളിൽ മരം ചാഞ്ഞു നിൽക്കുന്നത് ഇന്നലെ തന്നെ ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് വിഷ്ണുവിന്റെ അമ്മ വള്ളിയമ്മയെ സമീപത്തെ വീട്ടിലേക്ക് മാറ്റിയിരുന്നു. എന്നാൽ വിഷ്ണു ഈ വീട്ടിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇന്ന് വീട്ടിൽ തന്നെ താമസിച്ച വിഷ്ണു രാവിലെ കനത്ത മഴയിൽ വിഷ്ണു കിടക്കുന്ന മുറിയുടെ മുകൾ ഭാഗത്തേക്ക് ഇത്തരത്തിൽ മരം വീഴുകയായിരുന്നു. പോലീസും ഫയർഫോഴ്സും എത്തി മരം മുറിച്ചു മാറ്റിയാണ് ഇത്തരത്തിൽ വിഷ്ണുവിനെ മുറിയിൽ നിന്നും പുറത്തെത്തിച്ചത്. ഉടൻ തന്നെ തൃശൂർ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു.